5 ടെസ്റ്റ് അടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഫെബ്രുവരി 2, അതായത് നാളെ ആരംഭിക്കും. വിശാഖപട്ടണത്തിലെ VDCA ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് മത്സരവേദി. ഇന്ത്യൻ സമയം രാവിലെ 9:30 കളി ആരംഭിക്കുന്നത്. സ്പോർട്സ് 18-ലൂടെയും കളേഴ്സ് സിനിപ്ലക്സ് ചാനലിലൂടെയും ജിയോ സിനിമയിലൂടെയും മത്സരം ലൈവായി കാണാം. കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം മത്സരത്തിന്റെ ആദ്യ 3 ദിനങ്ങളിലും മഴയ്ക്ക് നേരിയ സാധ്യതയുണ്ട്. എന്നിരുന്നാലും മഴ കളിയെ കാര്യമായി തടസ്സപ്പെടുത്തില്ല എന്നാണ് റിപ്പോർട്ട്. ഇനി പിച്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ പിച്ച് ബാറ്റിംഗിനേറെ അനുകൂലമായതാണ്. സ്പിന്നർമാർക്കും ഇവിടെ നേട്ടമുണ്ടാക്കാനാകും. നിലവിൽ ഇരു ടീമുകളും അവസാനഘട്ട പരിശീലനത്തിലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കളി ഏതു വിധേനയും വിജയിച്ചേ മതിയാകൂ. ഇതിനായി ഒരു മികച്ച പ്ലേയിംഗ് 11നെയും ഇന്ത്യക്ക് കണ്ടെത്തേണ്ടതായി വരും. എന്നാൽ ഇന്ത്യൻ ടീമിലാവട്ടെ പരിക്കിനെ തുടർന്ന് പ്രധാന താരങ്ങളായ KL രാഹുലും രവീന്ദ്ര ജഡേജയും പുറത്തായിരുന്നു. വിരാട് കോഹ്ലി, മുഹമ്മദ് ഷമി എന്നിവരും ടീമിലില്ല. ഇവരുടെ വിടവ് നികത്താൻ യുവതാരങ്ങൾക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയണം. ജഡേജയ്ക്കും രാഹുലിനും പകരമായി സർഫറാസ് ഖാൻ, സൗരവ് കുമാർ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ പുതിയതായി ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. സർഫറാസ് ഖാൻ നാളെ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറും എന്നാണ് റിപ്പോർട്ട്. അതേപോലെ കുൽദീപ് യാദവും പ്ലേയിംഗ് 11ലേക്ക് തിരിച്ചുവരും. ഇന്ത്യയുടെ സാധ്യത പ്ലേയിംഗ് 11 ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, ശുഭമാൻ ഗിൽ, ശ്രേയസ് അയ്യർ, സർഫറാസ് ഖാൻ, KS ഭരത്, R അശ്വിൻ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്.